ഇവിടെ നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുണ്ടോ ഈ അശോക റോഡിലെ ഈ വീടിന് മുന്നിലേക്ക്? യാത്ര ഈ ദില്ലി നഗരത്തിൽ നടന്നിട്ടില്ല. നിരവധി മന്ത്രിമാർ അവരെല്ലാം തന്നെ അന്തരിച്ചു. അല്ല, ഇവിടെ വെച്ച് വീടിന് മുമ്പിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുൻപല്ല, അതൊരു സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഈ പരിസരം, കാരണം ഇതൊക്കെ അറിയാമല്ലോ, പോലീസിൻ്റെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ പരിസരം ഞാൻ പറയുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി ആംബുലൻസ് ഇതാ ഇപ്പോൾ ചലിച്ചിരിക്കുന്നു. അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPIM പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത്. സീതാറാം യെച്ചൂരി അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല, അദ്ദേഹം വലിയ ഊർജമായി ഇനിയും തുടരും എന്നീ മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ വീടിന് ോടെ തീരുന്നതല്ല അദ്ദേഹം ഉയർത്തിവിട്ട ആശയപ്രപഞ്ചം. ആ ആശയപ്രപഞ്ചം ഇനി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ യുവജനങ്ങൾ എത്തിച്ചേരും. അതുതന്നെയാണ് ഇന്നത്തെ വിലാപയാത്രയിൽ കണ്ട യുവജനങ്ങളുടെ പ്രാതിനിധ്യം തെളിയിക്കുന്നതും. ഇപ്പോൾ വീണ്ടും അവർ ഉറക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. അമർ രഹേ ഹേ സീതാറാം, അമർ രഹേ ഹേ സീതാറാം. നൂറ് നാവുകളിലൂടെ യെച്ചൂരിയുടെ ശബ്ദം ഉയരുകയാണ്. വിപ്ലവം മരിക്കുന്നില്ല, വിപ്ലവകാരി മരിക്കുന്നില്ല, ജീവിക്കുന്നു അനേക ലക്ഷം മനുഷ്യരിലൂടെ. ഞങ്ങൾ
സീതാറാം യെച്ചൂരിക്ക് മരണമില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് ഒരേ സ്വരത്തിൽ ഒരേ ഉച്ചത്തിൽ അവർ ഏറ്റു പറയുകയാണ്. സീതാറാം യെച്ചൂരി ഉയർത്തിയ മുദ്രാവാക്യം, സീതാറാം യെച്ചൂരി ഉയർത്തിയ ചെങ്കൊടി, അതിനേക്കാൾ ഉയരത്തിൽ ഞങ്ങൾ ഉയർത്തിക്കെട്ടും എന്നവർ ഒന്നടങ്കം പറയുകയാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ധീരനായ പോരാളി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ജന്തർ മന്ദറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദില്ലിയിലെ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ്. ഇവിടെ നിന്നും ഏതാനും അപ്പുറത്താണ് പാർലമെൻറ്റ് സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീതാറാം യെച്ചൂരി പങ്കെടുത്ത ആയിരക്കണക്കിന് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ് തൊട്ടപ്പുറത്തുള്ള പാർലമെൻ്ററി സ്ട്രീറ്റ്. ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് CPM-ൻ്റെ പഴയ ആസ്ഥാനമായ ഇവിടുത്തെ അശോക റോഡിലെ 14 നമ്പർ ഓഫീസ് തൊട്ടപ്പുറത്താണ്. ഇവിടെ വെച്ചാണ് ഈ വിലാപയാത്ര അവസാനിച്ചത്. അതിനുശേഷം മൃതദേഹവുമായി ആംബുലൻസ് എയിംസിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഒരുപക്ഷെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹം CPM നേതാക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബവും എല്ലാം തന്നെ എയിംസ് അധികൃതർക്ക് കൈമാറും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനം നടത്താൻ വേണ്ടി ആ മൃതദേഹം വിട്ടുകൊടുക്കുകയാണ്. അതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചടങ്ങുകളും മറ്റുമെല്ലാം തന്നെ പൂർണ്ണമായി അവസാനിക്കും. നമുക്കിപ്പോഴും ഇവിടെ കാണാം, ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്ന, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരുടെ നല്ലൊരു വിഭാഗം മലയാളികളുമുണ്ട് എന്ന് പ്രത്യേകം പറയണം. കാരണം ഇവിടുത്തെ ദില്ലിയിലെ മലയാളികളായിട്ടുള്ള CPIM പ്രവർത്തകർ, വിവിധ സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, ഇതുകൂടാതെ കേരളത്തിൽ നിന്നും പല മലയാളികളും അവസാനമായി സീതാറാം യെച്ചൂരിയെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മലയാളികളുടെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു വിലാപയാത്ര അടുത്ത കാലത്തൊന്നും ഈ ദില്ലി നഗരം കണ്ടിട്ടില്ല.